ഹലോ ഫ്രണ്ട്സ്, പത്രമാറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, ഞാൻ ചാനലിൽ പോയി പറഞ്ഞതൊന്നും തീരെ കുറഞ്ഞു പോയി എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഏതായാലും അനന്തപുരിക്കാരെ ഒന്ന് ഇതുപോലെ നാറിയോ വേറൊരു സംഭവം ഇനി ഇതുവരെ ഉണ്ടായിട്ടുണ്ടാവില്ല. ആ കുടുംബത്തിലെ രാജാവല്ലായിരുന്നു മൂർത്തി മുത്തശ്ശൻ. ഏതായാലും അയാൾ ഇപ്പോഴും ശരിക്കും നാണം കെട്ട് കാണും. എപ്പോഴും അയാൾ രാജാവായിട്ട് ഇങ്ങനെ രാജാവാണെന്നാണ് അയാളുടെ വിചാരം. പഴയ കാലത്ത് ഓരോ കാര്യങ്ങൾ ഇപ്പോഴും മുറുകെ പിടിച്ചുകൊണ്ട് നടക്കുവാണ്. ഇന്നത്തെ കാലത്ത് ഇതുപോലൊരു കുടുംബം ഈ നാട്ടിൽ എങ്ങും കാണത്തില്ല. പുതിയ തലമുറയെക്കുറിച്ച് അയാൾ ചിന്തിക്കുന്നു പോലുമില്ല. അയാളുടെ പഴയ മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കാനാണ് മറ്റുള്ളവരെ ഇങ്ങനെ അടിച്ചേൽപ്പിക്കാനായിട്ട് അയാളാണ് ഇങ്ങനെ നോക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഏതായാലും ഈ ഇൻ്റർവ്യൂ കണ്ടതിന് ശേഷം ആകെ ഇങ്ങനെ വിഷമത്തിലിരിക്കുകയാണ് കനകയും ഗോവിന്ദനും ഒക്കെ. ഇങ്ങനെ ഗോവിന്ദൻ പറയുന്നുണ്ട്, മൂർത്തി മുത്തശ്ശനെ പോലും അവളിങ്ങനെ വെറുതെ വിട്ടില്ല. എന്തൊക്കെയാണ് സാറിനെ പറ്റി അവളിങ്ങനെ പറഞ്ഞത്, വളരെ മോശമായി പോയി. ഇതൊന്നും സത്യമല്ലെന്ന് നമുക്കറിയാലോ എന്നൊക്കെ ഇങ്ങനെ പറയുക. അന്നേരം കനകയും പറയുന്നുണ്ട്, എല്ലാം ശരിയാണ്. ഇനിയിപ്പോൾ അനിയും നന്ദുവും തമ്മിലുള്ള വിവരങ്ങളുമെല്ലാം അവരിങ്ങനെ വിളിച്ച് പറയുമോ എന്ന് അറിയില്ലല്ലോ. അത് നിലവിൽ പറഞ്ഞിട്ടില്ല, അതൊരു ആശ്വാസമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുക. ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും നന്ദു വരും കേട്ടോ. അപ്പോൾ നന്ദുവിനോട് ചോദിക്കുന്നുണ്ട്, ഇൻ്റർവ്യൂ കണ്ടോ എന്ന്. നേരത്തേക്ക് ആദ്യം കണ്ടില്ലായിരുന്നു, അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ ചാനലിൽ കയറി നോക്കി കണ്ടു എന്നിങ്ങനെ പറയും. നേരെ കനക പറയുന്നുണ്ട്, എന്ത് ചെയ്യാൻ, അവൾ ഇങ്ങനെയൊക്കെ ചെയ്തു, ആകെ നാണക്കേടായില്ല മോളെ എന്ന് ചോദിക്കുമ്പോഴേക്കും നന്ദു പറയുന്നുണ്ട്, അവളുടെ സ്വഭാവം വെച്ചാൽ അവൾ ഇതല്ല ഇതിനപ്പുറം ചെയ്യും. ആ വീട്ടിൽ തെറ്റ് ചെയ്ത രണ്ടുപേരാണ് അനാമികയും അഭിയും. പക്ഷേ ഇപ്പോൾ നാണം കെട്ടിയിരിക്കുന്നത് ആദർശേട്ടനാണ് എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ. അന്നേരം കനക പറയുന്നുണ്ട്, ഇനി നീയും അനിയും തമ്മിലുള്ള കാര്യം അവളിങ്ങനെ ചാനലുകാരോട് പറയുമോ എന്ന് അറിയില്ലല്ലോ. അങ്ങനെ പറഞ്ഞാൽ എന്ത് ചെയ്യും, അത് അനിയൻ്റെ ഭാവിയെ ബാധിക്കും, നിൻ്റെ ഭാവിയെ ബാധിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും നന്ദു പറയുന്നുണ്ട്, അങ്ങനെയുള്ള പേടിയൊന്നും എനിക്കില്ല. ഞാൻ ഒരു വിവാഹത്തെക്കുറിച്ചിട്ട് ചിന്തിച്ചിട്ട് പോലുമില്ല. എൻ്റെ ഭാവിക്കൊന്നും സംഭവിക്കാനായിട്ട് പോകുന്നുമില്ല. ഇനിയിപ്പോൾ ഒരു വിവാഹം വേണമെങ്കിൽ തന്നെ ഞാൻ ഇതെല്ലാം അറിഞ്ഞ് എന്നെ സ്നേഹിക്കാൻ പറ്റുന്ന ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ വിവാഹം കഴിക്കത്തുള്ളൂ. അപ്പോൾ പ്രശ്നമെല്ലാം തീർന്നല്ലോ. പിന്നെ ആനിക്കൊരു പ്രശ്നവും എന്നൊക്കെ ഇങ്ങനെ പറയും. എന്നിട്ട് നന്ദു അങ്ങോട്ട് പോവാണ് കേട്ടോ. അന്നേരം നല്ല ടെൻഷനുണ്ട് കേട്ടോ ഗോവിന്ദനും കനകയ്ക്കും. ഏതായാലും ഇൻ്റർവ്യൂ ഒക്കെ ഇങ്ങനെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആദർശ നയനൊക്കെ ഇങ്ങനെ വീട്ടിലോട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അന്നേരം മോൾ അവരുടെ റൂമിൽ ഇങ്ങനെ ഇരുന്ന് പടമൊക്കെ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അന്നേരം നയന വന്നിട്ട് മോൾ ഭക്ഷണം കഴിച്ചോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും കഴിച്ചു, അമ്മൂമ്മ വാരി തന്നു എന്നിങ്ങനെ പറയും. എന്നിട്ട് മോൾ തന്നെ പറയുവാണ്, അമ്മൂമ്മ കഴിച്ചില്ലേ, വേറെ ആരും ഭക്ഷണമൊന്നും കഴിച്ചില്ല എന്നിങ്ങനെ പറയുമ്പോഴേക്കും അതെന്താ പോലും ആരും കഴിക്കാത്തത് അങ്ങനെ നയന ചോദിക്കും. അന്നേരം ആദർശ് ഇങ്ങനെ പറയും, ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത്, അവർക്കും വിഷമം ഉണ്ടായില്ലേ, ഒരു കാര്യം ചെയ്യുക, നീ അങ്ങോട്ട് ചെന്നിട്ട് അമ്മ ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോയി എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കൊടുക്കുക, അല്ലെങ്കിൽ ശരിയാകില്ല, അമ്മ മരുന്നൊക്കെ കഴിക്കുന്നതല്ലേ എന്നിങ്ങനെ പറയും. അന്നേരം നയന മോളോട് ഞാൻ ഇപ്പോൾ വരാം, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അച്ഛനോട് ചോദിച്ചാൽ മതി, പടം വരച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അത്രയും പറഞ്ഞിട്ട് ഇങ്ങനെ നയന അങ്ങോട്ട് ദേവയാനിയുടെ അടുത്തോട്ട് ഇങ്ങനെ ചെല്ലും കേട്ടോ. ദേവയാനി ഈ കാര്യങ്ങളെല്ലാം ഓർത്തിങ്ങനെ ആകെ വിഷമിച്ചിരിക്കുകയാണ്. അന്നേരം നയന ഞാൻ ആശ്വസിപ്പിക്കുന്നുണ്ട്, അമ്മ വിഷമിക്കേണ്ട, ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചതല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും ദേവയാനി പറയുന്നുണ്ട്, അവൾ ഈ വീട്ടിലോട്ട് കയറി വന്നത് ഈ കുടുംബത്തിലെ സ്വത്ത് കണ്ടിട്ട് മാത്രമാണ്. ഇവിടുന്ന് എന്തെങ്കിലും കിട്ടിയിട്ട് വേണം അവൾക്ക് അവളുടെ അച്ഛൻ്റെ കടമെല്ലാം വീട്ടാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് അവൾ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ നഷ്ടപ്പെട്ടു പോയത് അനിയുടെ ജീവിതമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് കേട്ടോ. അന്നേരം നയന പറയുന്നുണ്ട്, അനിയും ഒരുപാട് സഹിച്ചില്ലേ അമ്മേ, അവരുടെ ബെഡ്റൂം ഒരു യുദ്ധ കളവായിരുന്നു, അവൻ പലതും പുറത്ത് പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്നിങ്ങനെ പറയും. ഏതായാലും ദേവയാനിക്ക് ഭയങ്കര സങ്കടമാണ്, എല്ലാം ശരിയാവും, അമ്മ ടെൻഷൻ ആകണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ദേവയാനി ഇങ്ങനെ ആശ്വസിപ്പിച്ചിട്ട് നയന അങ്ങ് പോവാണ് കേട്ടോ. പിന്നീട് നമ്മുടെ മുത്തശ്ശിയാണ് കാണിക്കുന്നത്. മുത്തശ്ശനോട് പറയാണ്, ഞാൻ ഇങ്ങോട്ട് കയറി വന്നതിന് ശേഷം ഇതുപോലൊരു സംഭവം ഈ കുടുംബത്തിൽ ഉണ്ടായിട്ടില്ല എന്നിങ്ങനെ പറയും. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, അത് താൻ വന്നതിന് ശേഷം വന്നല്ല, എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ നമുക്ക് നേരെ ചെളി ഇങ്ങനെ വാരി എറിയുന്ന ആൾക്കാർ എറിയുന്ന ഒരു സംഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഏതായാലും ഇതുകൊണ്ടൊന്നും നമുക്കൊന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. ചാനലുകളെല്ലാം ഇത് ആഘോഷിക്കുകയാണ് എന്നിങ്ങനെ എനിക്കറിയാം. പക്ഷേ ഇതിനകത്ത് വീണ് പോകരുത്. പാവങ്ങളാണ് കൂടുതലും സോഷ്യൽ മീഡിയയൊക്കെ ഉപയോഗിക്കുന്നത്. അവർ ചിലപ്പോൾ ഇത് വിശ്വസിച്ചെന്നിരിക്കും, പക്ഷേ നമ്മളെ അറിയുന്ന കുറേ പേരുണ്ടല്ലോ, അവരിത് വിശ്വസിക്കത്തില്ല എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയുന്നു. അന്നേരം ആദർശം അങ്ങോട്ട് വരും. നേരെ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, എന്താടാ ഇൻ്റർവ്യൂ എല്ലാം നീ കണ്ടില്ലേ, അനിയുടെ അവസ്ഥ എങ്ങനെയുണ്ട് എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അവനാകെ വിഷമമാണ്. അവൻ്റെ വിഷമം നിങ്ങൾക്ക് രണ്ടുപേർക്കും അത് സങ്കടമായല്ലോ എന്ന് ഓർത്താണ് എന്നിങ്ങനെ പറയും. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, അതൊന്നും ഓർത്ത് ടെൻഷൻ ആകണ്ട, അവൾ ഇതെല്ലാം ചെയ്തത് മനസ്സിൽ പലതും വെച്ചിട്ടാണ് എന്ന് എനിക്കറിയാം. ഏതായാലും അതൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല. ഈ അനന്തമൂർത്തി ആരാണ് എന്ന് അവളുടെ അച്ഛനും അമ്മയും ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്താ ഇനി ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതുപോലെ ആദർശ് ഇങ്ങനെ പറയുന്നുണ്ട്, തെറ്റ് ചെയ്തത് അഭിയാണ്, എന്നിട്ട് ഇപ്പോൾ പഴിക്കുന്നത് എന്നെയാണ്, കുഴപ്പമില്ല, ഈ കുടുംബത്തിന് വേണ്ടിയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നു. അത് കഴിഞ്ഞ് മുത്തശ്ശൻ ഇങ്ങനെ പറയുന്നുണ്ട്, ഏതായാലും ഈ പ്രശ്നത്തിൻ്റെ പേരിൽ ഞാൻ കോംപ്രമൈസ് ചെയ്ത് ചെല്ലത്തുമില്ല, എന്തെങ്കിലുമൊക്കെ പൈസ കിട്ടുമെന്ന്
ഒക്കെ ആയിരിക്കാം വേണു ഇങ്ങനെ വിചാരിക്കുന്നത്. പക്ഷേ അതൊന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് എന്ന് നമുക്കൊന്ന് കാണാം. ഇതൊക്കെ എവിടെ വരെ പോകുമെന്ന് നോക്കട്ടെ. എന്തായാലും അനിയോട് വിഷമിക്കേണ്ട, ടെൻഷൻ അടിക്കേണ്ട എന്ന് നീ പറഞ്ഞേരെ. അവനാണ് ഒരു തെറ്റ് ചെയ്തത്. ഇങ്ങോട്ടൊരു കൂട്ടുകാരിയെ വിളിച്ചുകൊണ്ട് വന്നപ്പോൾ അവൾ ആ രീതിയിലുള്ള നല്ലൊരു കുടുംബത്തിലെ പെൺകുട്ടിയാണ്. നല്ല പെൺകുട്ടി, നല്ലൊരു മരുമകളാകും ഈ കുടുംബത്തിനെ എന്ന് കരുതിയാണ് വിവാഹത്തിലേക്ക് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടെത്തിച്ചത്. പക്ഷേ ഇതുപോലെ ആകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ലല്ലോ. ഏതായാലും അവനോട് വിഷമിക്കേണ്ട എന്ന് നീ പറഞ്ഞേരെ എന്നിങ്ങനെ പറയും കേട്ടോ. അതുപോലെ തന്നെ ആദർശ് ഇങ്ങനെ അനിയുടെ അടുത്തോട്ട് വരുന്നു. എനിക്ക് ഇങ്ങനെ ആകെ സങ്കടമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശൻ ഇങ്ങനെ വരെ നാണം കെടേണ്ടി വന്നല്ലോ അനി കാരണം എന്നൊരു വിഷമാണ് എനിക്ക്. അപ്പോൾ ആദർശ് അനി ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിന്നോട് ഞങ്ങൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതിന് മുമ്പേ പറഞ്ഞതല്ലായിരുന്നോ നന്ദുവിൻ്റെ പുറകെ നടക്കണ്ടെന്ന്? പറഞ്ഞതല്ലായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അനി പറയും, ഇപ്പോൾ ഞാൻ അവളുടെ പുറകെ നടന്നതുകൊണ്ടല്ലല്ലോ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടായത്. അവൾ എന്തൊക്കെ വിളിച്ചു പറഞ്ഞെന്ന് ഏട്ടന് കേട്ടതല്ലേ എന്നിങ്ങനെ ചോദിക്കും. അന്നേരം ആദർശ് പറയുന്നുണ്ട്, അവളുടെ ഉദ്ദേശം ഏറെയാണ്. അവൾ ആ ഉദ്ദേശം മനസ്സിൽ ഇങ്ങനെ വെച്ചാണ് കളിക്കുന്നത്. അവളുടെ ഉദ്ദേശം നടക്കില്ല എന്ന് ഇങ്ങനെ മുത്തശ്ശൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നിന്നോടും ടെൻഷൻ അടിക്കേണ്ട, വിഷമിക്കേണ്ട എന്ന് മുത്തശ്ശൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിങ്ങനെ അനിയെ ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ ആദർശ്. പിന്നെ നമ്മുടെ വേണുവിനെയാണ് കാണിക്കുന്നത്. വേണു ഇങ്ങനെ പുറത്ത് പോയിട്ട് ഇങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ വാങ്ങി ഇങ്ങനെ വണ്ടിയിലേക്ക് ഇങ്ങനെ കയറാൻ തുടങ്ങുമ്പോഴേക്കാണ് അപ്പോഴേക്കും വേണുവിന് പൈസ വേണം കൊടുക്കാനുള്ള ആളുണ്ടല്ലോ, ബാഹുലൻ എന്ന് പറയുന്ന അയാൾ അങ്ങോട്ട് വരും. എന്നിട്ട് തൻ്റെ മോളുടെ കസർത്തൊക്കെ കണ്ടായിരുന്നു ടി വിയിൽ. അതുകൊണ്ട് എന്തെങ്കിലും ബലം ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും, പിന്നെ കോടികൾ വന്ന് തടയുന്ന ഒരു പരിപാടിയല്ലേ, അത് കഴിഞ്ഞാൽ പൈസ മൊത്തം ഞാൻ തരുമെന്നിങ്ങനെ പറയും. അന്നേരം അങ്ങനെ പറയുന്നുണ്ട്, തന്നെ ഇനിയിപ്പോൾ എത്ര കാലമായെന്ന് നിങ്ങൾക്കറിയാലോ. പിന്നെ ഈ ഒരു കാര്യത്തിൽ ചിലപ്പോൾ നിങ്ങൾ തോറ്റുപോയേക്കാം. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല. കാണിക്കുന്നത് മൂർത്തി ജ്വല്ലറിയോടാണ്. അവരുടെ പിടിപാടും കാര്യങ്ങളും ഒക്കെ തനിക്കറിയാലോ. ഇനി എന്തെങ്കിലും ആവശ്യത്തിന് പോലീസുകാരുടെ സഹായം വേണമെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചാൽ മതി. ഇപ്പോഴത്തെ പുതിയ CA എൻ്റെ അനന്തരവനാണ്. അവനും എൻ്റെ മകളും തമ്മിലുള്ള വിവാഹം ഉടനെ നടക്കും. അങ്ങനെ ഒരു ബന്ധമായതുകൊണ്ടാണ് പറഞ്ഞത്. എന്തെങ്കിലും സഹായം ഉണ്ടെങ്കിൽ വിളിച്ചേരെ. പക്ഷേ അപ്പോഴും എനിക്ക് തരാനുള്ള പൈസയെക്കുറിച്ചൊന്നും പലിശയെക്കുറിച്ചൊന്നും മറന്നു പോയേക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങേരിങ്ങനെ പോവാണ് കേട്ടോ. അന്നേരം ഇതിനിടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ നീ മൂട കാണിക്കാനാണ് ഭാഗമെങ്കിൽ എൻ്റെ അനന്തരവൻ നിന്നെ വന്ന് കാണും. അതുകൊണ്ട് ആ പരിപാടിക്ക് നിൽക്കണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നീട് നയനയെ കാണിക്കുന്നത്. നയന ഇങ്ങനെ നവിയോട് പറയാണ്, ചേച്ചി ഇൻ്റർവ്യൂ കണ്ടല്ലോ, അവൾ പറഞ്ഞതൊക്കെ ശരിയാണ് എന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും നവി പറയുന്നുണ്ട്, അവൾ മുത്തശ്ശിയെയും പറ്റി അങ്ങനെ പറയണ്ടായിരുന്നു, വെറുതെ അവരെ വിഷമിപ്പിച്ചു. പക്ഷേ അപ്പോൾ ഒരു കാര്യം നീ മറന്നു പോകരുത്, ആദർശേട്ടനെക്കുറിച്ച് അവൾ പറഞ്ഞതൊന്നും തെറ്റല്ല, സംഭവിച്ച കാര്യങ്ങളാണ്. അതിനെ ന്യായീകരിക്കാൻ എന്നെക്കൊണ്ട് സാധിക്കില്ല എന്നിങ്ങനെ പറയും കേട്ടോ. അന്നേരം നയന പറയുന്നുണ്ട്, ആദർശേട്ടനെ ആര് ന്യായീകരിക്കേണ്ട, ആദർശേട്ടൻ എന്താണ് ചെയ്തതെന്ന് എനിക്കറിയാം. പക്ഷേ മുത്തശ്ശനെക്കുറിച്ച് അങ്ങനെ ഒരു കാര്യം അവളിങ്ങനെ പറയേണ്ടിയിരുന്നില്ല. നമ്മൾ ഈ കുടുംബത്തിലേക്ക് കയറി വന്നതിന് ശേഷം എന്താണ് സംഭവിച്ചതെന്ന് ചേച്ചിക്ക് അറിയാലോ. മുത്തശ്ശനുള്ളതുകൊണ്ടല്ലേ നമുക്ക് ഇവിടെ ഇങ്ങനെ പിടിച്ചു നിൽക്കാനായിട്ട് സാധിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയും. അന്നേരം നവി പറയുന്നുണ്ട്, ആ ഒരു കാര്യത്തിൽ അവൾ ചെയ്തത് അഹങ്കാരമാണ്. ഇത്രയൊന്നും പറയേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. പക്ഷേ ആദർശേട്ടൻ്റെ കാര്യത്തിൽ ഞാൻ അതിനെ ന്യായീകരിക്കില്ല. അതങ്ങേര് ചെയ്തത് തെറ്റ് തന്നെയാണ്. എന്നിട്ടും അതിനെ ന്യായീകരിക്കുകയല്ലേ ചെയ്തത് മുത്തശ്ശിയും ഒക്കെ. മുത്തശ്ശൻ അത്രയ്ക്ക് ആദർശധീരനായിരുന്നുവെങ്കിൽ അനിയെ ആദർശേട്ടനോട് ഈ രീതിയിലായിരുന്നു പെരുമാറേണ്ടിയിരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് കേട്ടോ. നേരം നയന പറയുന്നുണ്ട്, എന്തൊക്കെ പറഞ്ഞാൽ ഈ കുടുംബത്തിലേക്ക് കയറി വരാൻ സാധിച്ചത് എൻ്റെ ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഈ കുടുംബത്തിൽ ഇരുന്ന് ഈ കുടുംബത്തിനെ ചതിക്കുന്ന യാതൊരു കാര്യവും ഞാൻ ചെയ്യില്ല എന്നിങ്ങനെ പറയുമ്പോഴേക്കും നവി പറയുന്നുണ്ട്, ശരിക്കും അനാമിക അല്ലായിരുന്നു ചാനലിൽ പോയിരുന്ന് ഇങ്ങനെ കാര്യങ്ങളെല്ലാം വിളിച്ച് പറയേണ്ടത്, നീയായിരുന്നു. നിന്നെ ആദർശേട്ടൻ ചതിച്ചതിനെക്കുറിച്ച് നിൻ്റെ ജീവിതം കണ്ടിങ്ങനെ പലപ്പോഴും ഞാൻ കൊതിച്ചിട്ടുണ്ട്. എന്ത് ഭാഗ്യവതിയാ നീ എന്ന് ഓർത്ത് അതെനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ അയാളുടെ സ്വഭാവം ശരിക്കും അറിഞ്ഞതിന് ശേഷം ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും നയന പറയുന്നുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഈ കുടുംബത്തിലേക്ക് കയറി വന്നത് എൻ്റെ ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കരുതുന്നു. അതുപോലെ എൻ്റെ ആദർശേട്ടനെ എൻ്റെ ഭാര്യയാകാനായിട്ട് സാധിച്ചതും എൻ്റെ ഭാഗ്യം തന്നെയാണ് എന്നിങ്ങനെ പറയുമ്പോഴേക്കും ഇത് കേട്ടിങ്ങനെ വിശ്വാസം വരാതെ ഇങ്ങനെ നോക്കുവാണ്ടിട്ട് നവ്യ. അപ്പോൾ നയന ഏതായാലും നവ്യ ഇത്ര ഒക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങ് കയറി പോകുമ്പോഴേക്കും എന്തൊക്കെയോ ചിന്തിച്ചിങ്ങനെ നിൽക്കുന്ന നവ്യ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്. നാളെ എന്തൊക്കെയാണെന്ന് കണ്ടറിയാം. ഈ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.